أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ജബലുന്നൂറിന്റെ ഹിറാ ഗുഹയിൽ നിന്ന് വഹയിന്റെ വെളിയാളത്തിന്റെ പ്രാരംഭം അനുഭവിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതും വഹയിയേറ്റതും നബുവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുമായ ഭാരത്താൽ ഭീതി കൊണ്ട് പനിച്ച് വിറച്ച് വേർത്ത് താഴെ ഇറങ്ങിയ ഹബീബ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിറക്കുന്ന ശരീരം കണ്ട്, വേർക്കുന്ന മേനി കണ്ട്, പനിക്കുന്ന അവസ്ഥ കണ്ട്, പരിഭ്രമിക്കുന്ന അവസ്ഥയിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് സ്വഹീഹ് ബുഖാരിയിലെ വിശാലമായ ഒരു ഹദീസിൽ നാം എത്തിയിട്ടുള്ളത്. വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതക്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഈ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് ചേർത്തി ധാരാളം ചിന്തിക്കാനും പഠിക്കാനും ചേർത്തി പകർത്താനുമുള്ളതായതുകൊണ്ട് അതിലോരോ വാക്കുകളുമാണ് അർത്ഥം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നക ലതസിലുർ റഹിം എന്നതിനെ കുറിച്ച് ലളിതമായൊരു വിശദീകരണം ഇന്നലെ നടത്തുകയുണ്ടായി. വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, നിങ്ങൾ ഭാരം വഹിക്കുന്നവരും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുമാണ്. ഇത് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ ഭാരം നാം ഏറ്റെടുക്കുക, ഇല്ലാത്ത പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ദരിദ്രർക്ക് കൈത്താങ്ങാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ജീവിതം എന്നത് ഈ കൊടുക്കൽ വാങ്ങലിന്റെ വേളയാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. ഇവിടെ നിരാശയനായ ഒരാളുമില്ല. പരാശ്രയമില്ലാതെ ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഉണ്ടെങ്കിൽ പറയുമ്പോൾ ആർക്കും അവിടെ നിരാശ്രയനായിട്ട് കഴിയാം? ഒരാൾക്കും കഴിയില്ല. എനിക്ക് ആരും തായെന്ന് വേണ്ട, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് ഏതൊരാൾക്കും കഴിയില്ല. ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. ഞാൻ ആരെയും സഹായം തേടുന്നില്ലല്ലോ. നിങ്ങളെ വീട് ആരുണ്ടാക്കി തന്ന? ഒരുപാട് ആൾക്കാരുണ്ടാക്കി തന്നല്ലോ, പണിക്കാര്. പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഓടുന്ന വണ്ടി അത് ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയല്ലേ. നമ്മൾ ഉടുത്ത തുണി ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയല്ലേ. വസ്ത്രം ഒരുപാട് ആളുണ്ടാക്കിയല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയല്ലേ. അപ്പൊ ഇവിടെ നിരാശ്രയത്വം എന്നത് സാധ്യല്ല. ആ സമയത്ത് ബലഹീനരും പാവപ്പെട്ടവരും ദരിദ്രരും മിസ്കീന്മാരും ധാരാളം ഉണ്ടാകും. എന്തിനാ അല്ലാഹു തആല അങ്ങനെ വെച്ചത്? എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും പണം, ഇത് നൽകാൻ അല്ലാഹുക്ക് കഴിയും. ചില ആളുകളെ പണക്കാരാക്കി, ചില ആളുകളെ പാവങ്ങളാക്കി, ചില ആളുകളെ ആരോഗ്യവാന്മാരാക്കി, ചില ആളുകളെ ബലഹീനരാക്കി, ചില ആളുകളെ രോഗികളാക്കി. ഇതെന്തിനാണ് അല്ലാഹു തആല ഈ പരീക്ഷണ ലോകത്ത് ഇങ്ങനെ ചെയ്യുന്നത്? ആരോഗ്യമുള്ളവർ രോഗികൾ ഉണ്ടാവുമ്പോൾ ഈ രോഗികളെ ആരോഗ്യമുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പരീക്ഷിക്കുകയാണ്. ദരിദ്രരും മുതലാളിമാരുണ്ടാവുമ്പോ ഇവർക്കുള്ള പൈസ കൊണ്ട് ഈ ദരിദ്രരെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കിക്കാണുകയാണ്. ആ സമയത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കാനും മറ്റുള്ളവരുടെ ഭാരം വഹിക്കാനും ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ അവന് ഈ ലോകത്തും രക്ഷപ്പെട്ടവനാണ്, പരലോകത്തും സ്വർഗത്തിലാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതിനാണ് വെച്ചത്. എല്ലാവർക്കും പണം കൊടുക്കാൻ അല്ലാഹുക്ക് കഴിയാത്തോണ്ടല്ല, എല്ലാരും നല്ല ആരോഗ്യമുള്ള ആളുകളാക്കാൻ അല്ലാഹുക്ക് കഴിയാത്തോണ്ടല്ല. ഇത് പരീക്ഷണ ലോകമാണ്. ചില ആളുകൾക്ക് കൊടുക്കും, ചില ആളുകൾക്ക് തടയും. ചിലപ്പോ ഇന്നില്ലാത്ത ആളെ കയ്യിൽ നാളെ കൊടുക്കും, ഇന്നുള്ള ആളെ കയ്യിൽ നിന്ന് നാളെ പിൻവലിക്കും. ഇതൊക്കെ നടക്കുന്ന ലോകമാണ്. ആ സമയത്ത് 40 കൊല്ലവും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണി ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പാവങ്ങളുടെ തോഴനായി, ദരിദ്രരുടെ ആശ്വാസകനായി, ചാരിറ്റി പ്രവർത്തനം, വ്യക്തിപരമായ കാശ് കൊണ്ട് കൃത്യമായി പാവങ്ങളുടെ കുടിലുകളെത്തിച്ച്
പട്ടിണിപ്പാവങ്ങളെ തീറ്റിച്ച്, രോഗികളെ ശുശ്രൂഷിച്ച്, ബലഹീനർക്ക് കൈത്താങ്ങായി 40 കൊല്ലം സമൂഹ മധ്യേ പ്രോജ്വലിച്ചു മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കഴിഞ്ഞകാല കഥകളുടെ അനുഭവങ്ങൾ എടുത്തുകൊണ്ടാണ് ഖദീജമ്മ അവിടെ ഓർക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും പിശാചി ബാധ ഏൽക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും അല്ലാഹു തആല കൈയൊഴിക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും ഇടങ്ങേറിൽ വീഴൂല. കാരണം നിങ്ങൾ ദരിദ്രരുടെ ആളാണ്, പാവങ്ങളുടെ ആളാണ്, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾ കൈയൊഴിക്കുക? ഒരിക്കലും ഉണ്ടാവൂല യാ റസൂലല്ലാഹ്. അന്ന് യാ റസൂലല്ലാഹ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ പേരിട്ടിട്ട് ആദ്യമായി യാ നബി അല്ലാഹ് എന്ന് വിളിച്ചത് ഖദീജ ഉമ്മയാന്ന് കാണാം. ഇത് നമ്മൾ വളരെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. ഇല്ലാത്തവർക്ക് കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, ദരിദ്രരെ സഹായിക്കുക. ഈ മാസം തന്നാൽ സുൽത്താനുൽ ആരിഫീൻ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വിടവാങ്ങിയ മാസം കൂടിയാണ് ഈ ജുമാദുൽ ഊല. എന്താ അവരുടെ സ്വഭാവം? അവര് ദർസ് കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കും. ദർസ് കഴിഞ്ഞാൽ യഖ്റുജു മിൻ ബൈത്തിഹി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. സുമ്മ യൻദുറു, പിന്നെ നോക്കും. ഐനൽ അഅമ, കണ്ണട്ടന്മാരുണ്ടോന്ന് ഇങ്ങനെ നോക്കും. വലിയ പണ്ഡിതനാണ്, വലിയ മുദരിസാണ്, വലിയ മഹാനാണ്. സുൽത്താനുൽ ആരിഫി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാനെ മനസ്സിലാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ചക്രവർത്തി എന്ന് അതിന്റെ അർത്ഥം. അത്ര വലിയ ആരിഫാണ്. ദർസ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നിട്ട് കണ്ണട്ടന്മാരെ നോക്കി അടക്കുക. ഏതെങ്കിലും കണ്ണട്ടന്മാരെ കണ്ടാൽ അവരെ കൈ ഒടിച്ചിട്ട് അവരെ പൊരയ്ക്ക് എത്തിച്ചു കൊടുത്തിരുന്ന ആളാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ. അതവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. കണ്ണട്ടന്മാരെ തെരഞ്ഞെടുത്തിട്ട് കണ്ണട്ടന്മാരെ കണ്ടാൽ അന്ധന്മാരെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചിരുന്നു ഈ മഹാനായ പണ്ഡിതൻ. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മാത്രമല്ല, അവരുടെ വീടിന്റെ ഒരു ഭാഗത്ത് വലിയൊരു സ്ഥലമുണ്ട് രോഗികൾക്ക്, മറ്റൊരു സ്ഥലം ഭ്രാന്തന്മാർക്ക്. ഇവരെ കുളിപ്പിച്ചു കൊടുക്കും. ഇവരുടെ വസ്ത്രങ്ങൾ ഒരിഞ്ഞ് അത് അലക്കി അത് ഉണക്കി അവർക്ക് കൊടുക്കും. മാത്രല്ല, അവർക്ക് വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കും. കുഷ്ഠരോഗികളെ കുളിപ്പിക്കും, കുഷ്ഠരോഗികൾക്ക് മരുന്ന് വെച്ചു കൊടുക്കും. വയക്കുലും മാഹും, എല്ലാവരും അറുത്ത് വെറുത്ത് ഓടി അകലുന്ന കുഷ്ഠരോഗികളുടെ ഇടയിലിരുന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്. ഇതാണ് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, രോഗികളെ ആശ്വസിപ്പിക്കുക, ദരിദ്രരെ സഹായിക്കുക. ഇത് മഹാന്മാരുടെ ഒക്കെ രീതിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുണ്ടായി പാവങ്ങളെ സഹായിക്കുന്ന വിഷയം. അവ കുറെ ആളുകൾ ചോദിച്ചു, ഞങ്ങൾ കയ്യിലൊന്നും കൊടുക്കാനില്ലെങ്കിലോ? അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് സഹായം നൽകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അത്യാവശ്യം കഴിഞ്ഞാൽ മറ്റുള്ളത് പാവങ്ങൾക്ക് കൊടുക്കണേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദ്യം വന്നു, അധ്വാനിക്കാൻ കഴിയാത്തവരാണെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അധ്വാനിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും നിലയിൽ സന്തോഷവും ആവേശവും അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി പകരുക. അങ്ങണ്ടല്ലോ, പൈസ തന്നെ കൊടുത്തോളന്നില്ലല്ലോ. ചില ആളുകൾക്ക് ആവശ്യം ഒരു വാക്കായിരിക്കും, പൈസ വേണ്ട, ആൾ മുതലാളിയായിരിക്കും. ഒറ്റ വാക്ക്, ഒരു നല്ല വാക്ക്, അതൊരു സ്വതക്കയാണ്. നിന്റെ സുഹൃത്തിനോട് നല്ല വാക്ക് പറയുന്നതും സ്വതക്കയാണ്, പുഞ്ചിരിയും സ്വതക്കയാണ്. ചില ആളുകൾക്ക് വേണ്ടത് ഒന്ന് വന്നു പോലായിരിക്കും. കാരണം കട്ടുമ തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കുടുംബക്കാരോട് പരക്കാരോടൊക്കെ ഉണ്ടാവും, അതല്ലോ ഒന്നോ ഒന്നോ എന്താ വരാത്ത. അയാൾക്ക് ആവശ്യം നമ്മളൊന്ന് അവിടെ പോയി ഒരു 5 മിനിറ്റ് ആളെടുത്തിരിക്കലായിരിക്കും, പക്ഷെ പോവില്ല. നിങ്ങൾക്ക് ഒന്നും അധ്വാനിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവന്റെ ആവശ്യം പൂർത്തിയാക്കാനോ മറ്റോ നിങ്ങളൊന്ന് അവനെ സഹായിക്കണം. അപ്പൊ ചിലർ വെച്ചാൽ അതിനും കഴിയില്ലെങ്കിലോ, എന്നാ പിന്നെ ജീവിതത്തിൽ ഒരാൾക്കും ഷെറില്ലാതാക്കണം. അതാണ് ഇടങ്ങറുണ്ടാക്കരുത്. അതൊരു സദക്കയാണ്. ലാസ്റ്റ് പറഞ്ഞത് അത് ഷെറിനെ പിടിച്ചു വെക്കണം. നമ്മളായിട്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ പാര വെച്ചിട്ടോ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഇതാണ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഉപകാരം. ഇതിലേലപ്പോ നമ്മൾ പെട്ടത് എല്ലാതും ഉണ്ടാവണം. നമ്മളെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായാ വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആലാന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര ചെയ്യാം. അബൂ ഖുബൈസ് മലന്റെ ആ ഭാഗത്തി, ഉഹുദ് മല ആ ഏരിയയിലെത്തി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മല ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ മലയുടെ അത്ര തന്നെ സ്വർണം ഇന്ന് കിട്ടിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികാവസ്ഥയാണ് പറയുന്നത്. ശിഷ്യന്മാര് പഠിക്കട്ടെ എന്ന നിലയിലാണ് ഉദാഹരണം സഹിതം പറയുന്നത്. എനിക്ക് ഈ ഉഹുദ് മലയോളം കുന്നുകൂടി നിൽക്കുന്ന പൊന്ന് ഇന്ന് കിട്ടിയാൽ 3 ദിവസം കൊണ്ട് ഞാൻ അത് മുഴുവനും കൊടുത്തു തീർക്കും. അതിന് മാത്രം പട്ടിണിപ്പാവങ്ങൾ ഉണ്ടല്ലോ അബൂദർ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിച്ച്, അത്യാവശ്യ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ വീട്ടും, കുടുംബക്കാർക്കുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ ചെലവഴിക്കും, ബാക്കി മുഴുവനും ഒരു നയാ പൈസ കയ്യിൽ വെക്കാതെ മുഴുവനും പാവങ്ങളുടെ കുടിലിൽ എത്തിക്കും. ഇതാണ് എന്റെ മാനസികാവസ്ഥ അബൂദർ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേർക്ക് നമുക്ക് കിട്ടിയ പണം അള്ളാന്റേതാണ്. നമ്മൾ കച്ചവടം ചെയ്താലും ഗൾഫ് പോയാലും നമുക്ക് അനന്തര സ്വത്തായി കിട്ടിയാലും ഒക്കെ അള്ളാന്റെ പണമാണ്. ഇത് മുഴുവനും കൂടി എനിക്കുള്ളതല്ല. ചുറ്റുഭാഗത്ത് പാവങ്ങളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, വീടില്ലാത്തവരുണ്ട്. അവർക്ക് കൊടുക്കാനും കൂടിയാണ് അള്ളാഹ് എന്റെ കയ്യിൽ തന്നത് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ ഔദാര്യമായ പണം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സറിഞ്ഞു കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. നമ്മളെല്ലാം കൂടി കേട്ടാ കാണാൻ ഇത്തിരി പോന്ന് പെരണ്ടാക്കി കൊടുക്കും. ആകെ ഒറ്റ റൂം, അതന്നെ കൂന്ന് കിടക്കണം. എന്നിട്ട് ആ പൊരനേക്കാളും വലിപ്പമുള്ള വലിയൊരു ചാവി അത് സ്റ്റേജിൽ വെച്ച് കൊടുക്കും. കണ്ടില്ലേ നിങ്ങള്? ഞാനൊക്കെ ഈ ചാവി താങ്ങണ ആളാണ്. രാത്രി ചാവിന്റെ വലിപ്പം കണ്ട ആ തലക്ക് ഇരിക്കുന്ന ആളാണ് പിടുത്തം തുടങ്ങിയ ഈ തലക്കുള്ള ആള് വരെ അതിന്റെ മുന പിടിച്ചിട്ടുണ്ടോ ഭയങ്കര ചാവിയാണ്. സെന്ററിൽ എമ്മളെ ഒന്ന് പിടിപ്പിക്കും. ഈ ചാവിക്കനുസരിച്ചുകൊണ്ട്, ഈ കാട്ടിക്കൂട്ടലിനനുസരിച്ചുകൊണ്ട് പെരക്ക് എത്ര വലിപ്പണ്ടാണോ പോയി വെക്കുമ്പോ ഒരു അരിച്ചാക്ക് വെച്ചാൽ പിന്നെ കിടക്കാൻ സ്ഥലമില്ലാത്ത വീട്. അതിനാണ് ഇപ്പൊ ഒക്കെ കൂടിയുള്ളത്. എന്നിട്ട് ആ സാധുവിന് ആകെ പരസ്യമായിട്ട് സ്റ്റേജൊക്കെ വിളിച്ച് ഇടങ്ങറാക്കി. ഇനി അയാൾ അഥവാ നാളെ മറ്റന്നാളെ മുതലാളായി കൂട്ടുക, നല്ല ആൾക്ക് ഏർപ്പത്തരല്ലത്. കാരണം നാട്ടുകാരുണ്ടാക്കി കൊടുത്ത പരി പാർക്കണവരാണെന്നുള്ള പേര് വന്നില്ലേ. ഈ നിലക്ക് കാട്ടിക്കൂട്ടുക എന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു കിലോ അരി കൊടുക്കുകയാണെങ്കിൽ അതും കാണാം. എല്ലാരും കൂടെ ഇടയ്ക്ക് ക്യൂയായിട്ട് നിർത്തിട്ട് ഓരോരുത്തരാ അബ്ദുറഹ്മാൻ സലീം വാ, എന്നിട്ട് കുറെ ക്യാമറക്കാരും ഫോട്ടോ അടിയെന്ന് കുറെ മൊബൈലിന്റെ കുട്ടികളും, എന്നിട്ട് അതിൽ ഈ സാധു അരി 1 കിലോ അരി വാങ്ങിയാണ്ട് പോവാ. നമുക്ക് ഏതെങ്കിലും സംഘാടകർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കേണ്ടി വരും. ഞാൻ അതല്ല, ഇതെല്ലതും ഇപ്പൊ അങ്ങനെയായി. കണ്ടറിഞ്ഞുകൊണ്ട് ഉടപ്പറപ്പുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാവങ്ങളെ മനസ്സറിഞ്ഞ് അള്ളാഹു തന്ന ഔദാര്യത്തിൽ നിന്ന്, അള്ളാഹു തന്ന ആരോഗ്യത്തിൽ നിന്ന് സേവിക്കുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതാണ് ഈ ചരിത്രത്തിൽ നിന്ന്, വിശാലമായ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം അത് മറ്റൊരു മനുഷ്യന് എത്ര ആശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബി എന്ന് ചോദിച്ചു, ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ അമൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കലാണ് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമല് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതെല്ലാരും നോട്ട് ചെയ്തു പോകണം. നമ്മൾ ഓരോ ദിവസവും നമുക്ക് പറ്റുന്ന കുറെ ആൾക്കാരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. നാം മരിച്ചാല് നമ്മൾ സന്തോഷിക്കും, ഒരു സംശയവും വേണ്ട. നമ്മൾ നാളെ സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറെ ആളുകളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. രോഗികളെടുത്ത് പോവാ, പാവങ്ങളെടുത്ത് പോവാ. ഓരോ മഹലിലും എത്ര പാവങ്ങളുണ്ട് എന്ന് മുതലാളിമാരുടെ മനസ്സിൽ ലിസ്റ്റ് ഉണ്ടാണ്. അവനാന്റെ കുടുംബത്തിൽ എത്ര പാവങ്ങളുണ്ട് എന്ന് കുടുംബത്തിൽ പൈസ ഉള്ള ആളുകളുടെ ഹൃദയത്തിൽ ലിസ്റ്റ് ഉണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നല്ലൾക്ക് പെട്ടെന്ന് ഈമാനോടെ മരിക്കാനുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ആരും അറിയാതെ തേങ്ങ, മല്ലി, മുളക്, കുറച്ച് അരി, വെളിച്ചെണ്ണ, ഓയില്, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതിനും തുണിക്കുപ്പാക്ക് എടുത്തിട്ട് ഒരു കിറ്റാക്കിയിട്ട് ഒരു ക്യാമറക്കാരനെയും കൊണ്ടുപോയത് എല്ലാവരും വീട്ടിൽ പോയി. ഒന്നുമില്ലാതെ കിടക്കണ പാവങ്ങളായിരിക്കും. ശരീരത്തിലൊക്കെ ചൊറിയുണ്ടാവും, ചൊറിഞ്ഞു കിടക്കുകയായിരിക്കും. ഈ സാധനം കൊണ്ടുകൊടുത്താൽ വല്യമ്മാന്റെ കണ്ണാണ് അറിയാം. മരോൾ അപ്പുറന്ന് കണ്ണു കൊടുക്കണ്ടാവും. കുട്ടികളൊക്കെ കൂടി ഈ മനുഷ്യനെ ഇങ്ങനെ ചാരിക്കുണ്ടാവും.
അപ്പൊ ചൊറിയുള്ള കുട്ടിനെ വണ്ടിയിലിരുത്തുക, ഡോക്ടറെ അടുത്തുണ്ടായിട്ട് ഒന്ന് കാണിക്കുക, കുറച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുകൊടുത്താണ്ടല്ലോ. അന്ന് ആ കുട്ടികൾ ഇനി ദ്വാരക്കണ്ട, അവരെ മനസ്സിൽ കയറിയ സന്തോഷം ഉണ്ടല്ലോ, ഇതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ചെയ്ത ആള് സന്തോഷിക്കും. ഇത് ദീനാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുറത്തിറങ്ങി നടക്കുമ്പോ കണ്ണൂട്ടന്മാരുണ്ടാവും, തപ്പി തടഞ്ഞിങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ പൂച്ചിട്ട് വണ്ടിയിൽ കയറി പോയല്ലേ വേണ്ടത്. നമ്മളെ വണ്ടി ഒന്ന് സ്ലോ ആക്കുക, അടുത്തെത്തി ഒന്ന് ബ്രേക്ക് കിട്ടുക. എവിടുക്കാ? ഞാൻ പരപ്പനങ്ങാടിക്ക കയറി, ഞാൻ കോഴിക്കോടുക്കാണ്. കുറച്ച് പ്രയാസം ഉണ്ട്, അങ്ങനെ അയാളെ കയ്യിൽ വടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് വാങ്ങുക, ടിക്കല് വെക്കുക, അയാള് ബാക്കിൽ ഇരിക്കട്ടെ. ഇനി നമ്മള് പരപ്പനങ്ങാടിക്കല്ലേ താന്നൂർക്കെന്ന് കൂട്ടുക, ആ സാധുവിനൊന്ന് അങ്ങോട്ട് കൊണ്ടായി കൊടുക്കുക പരപ്പനങ്ങാടിക്ക്. നീ അന്ന് ചെയ്ത ഏറ്റവും വലിയ അമലതായിരിക്കും. നിസ്കാരം ഏറ്റവും വലിയ അമലാണ്, പക്ഷെ അത് പലതുകൊണ്ടും തട്ടിപ്പോവും, ഇതുകൊണ്ട് അതും സ്വീകരിക്കപ്പെടും. ആർക്കായി മനസ്സുള്ളത്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ ആളായിരുന്നു. ഔദ്യോഗികമായി നുബുവത്ത് കിട്ടി പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പേ 4 പതിറ്റാണ്ടോളം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിറ്റി പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു. പാവങ്ങളെ ആസ്വദിപ്പിച്ചിരുന്ന ആളായിരുന്നു. പാവങ്ങളുടെ കുടിലുകളിൽ എത്തിയിരുന്ന ആളായിരുന്നു. വഴിമുട്ടി ഗതികെട്ടി ദരിദ്രരായി പട്ടിണിയിൽ കഴിയുന്ന ആളുകൾക്ക് വയറ് നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആളായിരുന്നു. യതീം കുട്ടികളെ പോയി ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം വാപ്പ പോലെ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിൽ നിന്ന് നമുക്ക് ചേർത്തിയെടുക്കാൻ പാഠങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നടപ്പിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. അള്ളാഹുവെ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാ. മഹാന്മാരുടെ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ പയറ്റാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ മറ്റുള്ളവരെ സഹായിക്കാൻ ആരോഗ്യം നൽകണേ അല്ലാ, സന്മനസ് നൽകണേ അല്ലാ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാമ്പത്തിക അവസ്ഥ നൽകണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ അതിന് ആദ്യം ഞങ്ങളെ നീ പ്രയാസത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നിന്റെ ഹലാലായ മാല് കൊണ്ട് നൽകണേ അല്ലാ. അള്ളാഹുവെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ. പ്രിയപ്പെട്ട മാമുട്ടിയാക്കാക്ക് ആശ്വാസം. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ്, നീ സംസാരിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ നീ അതിനെല്ലാ വഴികളും തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഒന്ന് സംസാരിച്ച് കേൾപ്പിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ദുരന്തങ്ങളിൽ നിന്നുള്ള കാവൽ നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാ. അപകടത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാ. കച്ചവടക്കാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, പ്രവാസികൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, അധ്യാപകന്മാർ പഠിതാക്കൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. നല്ല സമയത്ത് സ്വർഗം കണ്ട് ചിരിച്ച് ഉറക്ക കലിമല്ലി മരിപ്പിക്കണേ അല്ലാ. നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. اجعلنا من خيار أمته ومن محبيه. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا لمن دفنوا حوالينا ولمن دفنوا في هذه البلدة ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.